നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, ആരാത്? ആരാ? എന്താ കാര്യം? ഞാൻ രവി. സന്ദീപ് സാറും കുടുംബവും ഇവിടെയല്ലേ താമസിക്കുന്നത്? ഓ, നിങ്ങൾ ആരാ? സന്ദീപ് സാറിനെ എങ്ങനെ അറിയാം? സന്ദീപ് സാറിനെ അറിയാം, നല്ല അടുപ്പമുണ്ട്. ശ്രീകലാ മേഡത്തെയും അറിയാം. നിൽക്കൂ, ചോദിക്കട്ടെ. പേരെന്താ പറഞ്ഞേ? ഞാൻ രവി. രവി അല്ലേ? മേഡം, ഇദ്ദേഹത്തിന് സാറിനെ കാണണമെന്ന്. മുരളി പൊക്കോ. ആയിക്കോട്ടെ. സന്ദീപ്, എന്താ രവി? സന്ദീപ് സാറിന് ഏതാണ്ട് കല്യാണാലോചന എന്ന് പറഞ്ഞു. പെണ്ണിനെ കണ്ടിട്ട് തീരുമാനമായോ മാഡം? ചോദിച്ചത് മാഡത്തിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. കാര്യങ്ങൾ അത്രയ്ക്ക് സ്വകാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്വകാര്യമൊന്നുമല്ല രവി, പെൺകുട്ടിയുടെ കാര്യത്തില് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. തൽക്കാലം അതൊന്ന് മാറ്റിവെക്കാനാണ് തീരുമാനം. ആരാ സാറേ പെണ്ണ്? മലയാളി ഫാമിലിയാണോ? മലയാളി. രവി ചിലപ്പോൾ അറിയായിരിക്കും. അമ്പലത്തിന് മുന്നിൽ പൂക്കട നടത്തുന്ന ഒരു സുരേന്ദ്രനെ രവിക്ക് അറിയോ? സുരേന്ദ്രേട്ടൻ അറിയാം, ആളിന്റെ കുടുംബത്തെയും അറിയാം. ആ സുരേന്ദ്രന്റെ മകളാ പെൺകുട്ടി. സുരേന്ദ്രേട്ടന്റെ മകളോ? അഖിലയോ? അഖില രണ്ടാമത്തെ മകളല്ലേ? അതല്ല, മൂത്ത മകൾ സൗപർണിക. സൗപർണികയോ? അതെ. എന്താ രവി? അത് സാറേ, ആ കുട്ടി സംസാരിക്കൂല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അമ്മയും മറ്റുള്ളവരൊക്കെ അത് പറഞ്ഞ ഇപ്പൊ എതിർക്കുന്നത്. അപ്പൊ സാറിന് പ്രശ്നമൊന്നുമില്ലേ? എനിക്കെന്തു പ്രശ്നം രവി? നമുക്കൊരാൾ ജീവൻ പകർന്നു തരുമ്പോൾ അവരുടെ ശബ്ദവും സൗന്ദര്യവും ഒക്കെ നമ്മൾ എന്തിനു നോക്കണം? നഷ്ടമാകുന്ന ഉറപ്പായ ജീവൻ മറ്റൊരാളുടെ കൈ പിടിച്ച് തിരിച്ചു വരുമ്പോൾ ആ കൈ തന്ന ആളിനെ നമ്മൾ ദൈവത്തെ പോലെ കാണും. ദൈവത്തിന്റെ കുറവുകൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ? പക്ഷെ സാറേ, സൗപർണിക സുരേന്ദ്രന്റെ മകളല്ല, നദിന്ന് കിട്ടിയതാ. പറയണ്ട, അറിയാം. എനിക്കവളെ ഇഷ്ടം. ആ ഇഷ്ടം ഒരു നേരം പോക്കല്ല, ഇടയ്ക്ക് മാറിപ്പോകുന്നതുമല്ല. അവൾ എനിക്കുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് സത്യമാകുന്നൊരു ദിവസം വരെ ഞാൻ കാത്തിരിക്കും. സുരേന്ദ്ര, എന്തായി കാര്യങ്ങള്? വിചാരിച്ചതുപോലെയൊക്കെ തന്നെ. കല്യാണം ഉദ്ദേശിച്ച് തന്നെ അവര് വന്നത്. ദേവൂട്ടി സംസാരിക്കില്ലെന്നും കാലിന് പ്രയാസമുണ്ടെന്നുള്ള കാര്യവും അവരാരും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇതറിഞ്ഞപ്പോ എന്തായിരുന്നു അവരുടെ പ്രതികരണം? വന്നവരിൽ ഒരു സ്ത്രീ ഒഴികെ ബാക്കി എല്ലാവരും സ്തംഭിച്ചിരുന്നു പോയി. ഒരു സ്ത്രീ അവന്റെ ആന്റിയാണെന്ന് തോന്നുന്നു. അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. സന്ദീപോ? അവന്റെ നിലപാട് എന്തായിരുന്നു? അവനാണ് ആകെ തകർന്നു പോയതെന്നാ എനിക്ക് തോന്നുന്നത്. ദേവൂട്ടി സംസാരിക്കുന്നത് അവൻ കേട്ടുപോലും. എവിടെ കേട്ടെന്നോ എങ്ങനെ കേട്ടെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല. 10-15 വർഷം ഞാൻ ഒപ്പം കൊണ്ടു കിടന്നിട്ടും ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയൊന്ന് കേട്ടെങ്കിൽ എന്റെ ജന്മം സഫലമായെന്നെ. ഏതായാലും ഒരു കാര്യത്തില് എനിക്ക് നല്ല ആശ്വാസമുണ്ട്. തന്നെ പെണ്ണ് കാണാൻ ചിലര് വന്നതായോ അത് അലസിപ്പോയതായോ ഒരു വിചാരവും ദേവൂട്ടിക്കില്ല. അവര് പോയതിന്റെ പിന്നാലെ അവള് വേഷം മാറി ഇങ്ങോട്ട് പോന്നു. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന മട്ട്. അത് നല്ലതാ. അതും വിചാരിച്ച് കുട്ടി വ്യസനിച്ചിരുന്നെങ്കിലോ? എന്തായാലും അതുണ്ടായില്ലല്ലോ, അത്രയും ആശ്വാസം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ചെറുക്കന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ അറിഞ്ഞതോടെ ഇന്ദുമതിക്ക് ഗുളികം കയറിയിരിക്ക. ഇന്ദുമതി എന്ത് പറയാ? ദേവൂട്ടിക്ക് പകരം അഖിലയെ ആലോചിക്കാൻ അവരോട് പറയണമെന്ന്. താനെന്ത് പറഞ്ഞു? ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. തലയിൽ വരച്ചിട്ടുള്ളത് ഇവന്റെ പേരാണെങ്കിൽ ഏത് വഴിക്കായാലും കറങ്ങി തിരിഞ്ഞ് ഇവൻ തന്നെ വരും. എല്ലാം ദേവിയുടെ നിശ്ചയം. അമ്മേ, നമസ്കാരം. അറിയാതെ പോയ കാര്യങ്ങൾ അറിഞ്ഞു. പ്രതീക്ഷകളൊക്കെ തകർന്നു.
അല്ലേ? അറിയാത്തതറിഞ്ഞു, അത് സത്യം. പക്ഷേ പ്രതീക്ഷകൾക്ക് തകരാറൊന്നുമില്ല. നല്ല മനസ്സിന്റെ ലക്ഷണമാണത്. പ്രതീക്ഷകൾ തകർന്നിട്ടില്ലെങ്കിൽ വിചാരിച്ച കടവിൽ തന്നെ കാലുകുത്തും. ഇത് ഒരാപൽസന്ധിയാണ്. ആപത്തിൽപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും നിശ്ചയമുണ്ടാവില്ല. എന്തു ചെയ്യണമെന്ന് എനിക്കും ഒരു രൂപം കിട്ടുന്നില്ല. ആശിച്ചതിൽ നിന്നും പ്രതീക്ഷിച്ചതിൽ നിന്നും ഒട്ടും പിന്തിരിയാതെ ഉറച്ചു നിൽക്കുമെന്ന വിചാരം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ആ വിചാരം നല്ലതാണ്. അതിന് ഫലമുണ്ടാവണമെങ്കിൽ അമ്മയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. അമ്മയെ ഉപാസിച്ച് പ്രീതിപ്പെടുത്തുക. ഏതാപത്തിൽ നിന്നും അമ്മ കൈപിടിച്ച് കയറ്റും. ഇത് പക്ഷേ ആപത്തല്ലല്ലോ, സത്യമല്ലേ? സൗപർണിയുടെ കുറവുകൾ മാറ്റിമറിക്കാനോ പരിഹരിച്ച് അവസാനിപ്പിക്കാനോ കഴിയുന്നതാണോ? പരിഹാരമുള്ളതാണോ? അമ്മയുടെ മുന്നിൽ പരിഹാരമില്ലാത്തതായി ഒന്നുമില്ല. അമ്മയുടെ നേരിൽ മനസ്സുറപ്പിക്കുക. പിന്നെ എല്ലാം അമ്മ നോക്കിക്കൊള്ളും. ഉത്തമ ഭക്തരെ അമ്മ ഒരിക്കലും കൈവിടില്ല. നീ മാത്രമല്ല, സൗപർണികയും അമ്മയുടെ ഉത്തമ ഭക്തയാണ്. ഇന്ദുമതി ചേച്ചി, ചേച്ചി, ആ രവിയോ, നീ എന്താടാ ഇവിടെ? എങ്ങോട്ടാ പോന്നേ? ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാ. ഇങ്ങോട്ടോ? എന്റെ വീട്ടിലേക്കോ? അതെ, ഇങ്ങോട്ട് തന്നെ. ഒരു കല്യാണമൊക്കെ നടക്കുമ്പോ നമ്മളെ കൂടെ ഒക്കെ ഒന്ന് അറിയിക്കണ്ടേ? മറ്റൊന്നും അല്ലെങ്കിലും മുറ്റത്തൊരു പന്തലിടാനെങ്കിലും നമ്മളൊക്കെ വരണമല്ലോ. ഓ, കല്യാണമൊക്കെ ആലോചിച്ചു വന്നവര് പൊടിയും തട്ടിപ്പോയി. അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞേ? ഞാൻ പോലും അറിഞ്ഞത് അവരിവിടെ വന്നതിന് ശേഷമാ. അതാണ് രവി. ഞാനും സന്ദീപ് സാറും കട്ട കമ്പനിയല്ലേ? ആ പയ്യനെ നിനക്കറിയാമോ? പിന്നെ അല്ലാതെ. മുമ്പൊരിക്കൽ ആ സാറ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇവിടെ വന്ന് കിടന്നു. അന്ന് ഞാനല്ലേ സാറിന്റെ അമ്മയെ, ആ ശ്രീകലമ്മയെ വിളിച്ച് ഫോണിൽ കണക്ട് ചെയ്ത് കൊടുത്തത്. എന്റെ അടുത്ത് വലിയ കാര്യം ചേച്ചി. നീ എന്താ വന്ന കാലത്ത് തന്നെ നിക്കുന്നേ? വാ, കേറി വാ. ഓ ചേച്ചി. ആ കല്യാണം ഇനി നടക്കുന്നു തോന്നുന്നില്ലടാ. അതെന്താ ചേച്ചി ഈ കല്യാണം നടക്കൂലെന്ന് പറഞ്ഞത്? അവരിങ്ങോട്ട് താല്പര്യം എടുത്ത് വന്നതല്ലേ? വന്നതെന്നൊക്കെ ശരിയാ, പക്ഷെ അവള് സംസാരിക്കില്ലെന്നും കാലിന് മുടന്തുണ്ടെന്നൊക്കെ അവരിവിടെ വന്നതിന് ശേഷം അറിഞ്ഞേ. വന്ന ശേഷം അറിഞ്ഞോളന്നോ? അതേടാ, അവള് കടയില് നിൽക്കുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പോയതാ കൊച്ചൻ. ഇവിടെ വീട്ടില് പെണ്ണ് കാണാൻ വേണ്ടി എല്ലാരും കൂടി വന്നപ്പോഴാ ബാക്കി കാര്യങ്ങൾ അറിയുന്നേ.